നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ അടിമുടി ദുരൂഹത നിലനിൽക്കുകയാണ്. നിലവിലുള്ള ദുരൂഹതയുടെ പുകമറയ്ക്ക് പിന്നാലെ ഇക്കാര്യത്തിൽ വീണ്ടും കൂടുതൽ ദുരൂഹതകൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. സിദ്ധാർത്ഥിൻ്റെ മരണം സംബന്ധിച്ച് മറ്റൊരു സുപ്രധാന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. സിദ്ധാർത്ഥ് മരിച്ചത് അധികൃതർ അറിയുന്നതിന് മുൻപ് തന്നെ കോളേജിൽ ആംബുലൻസ് എത്തിയെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൃതദേഹം കൊണ്ടുപോകാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി കിട്ടിയെന്നാണ് ആംബുലൻസുകാർ കോളേജ് അധികൃതരോട് പറഞ്ഞത്. ഉച്ചയ്ക്ക് 1:30യോടെയാണ് ഇക്കാര്യം സംഭവിക്കുന്നത്. എന്നാൽ വൈകിട്ട് 4:30യോടെയാണ് സിദ്ധാർത്ഥിൻ്റെ മരണവിവരം സ്റ്റേഷനിൽ അറിയുന്നതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത്. ഫെബ്രുവരി 18 ഉച്ചയ്ക്ക് 12:30 1:45 ഇടയിൽ സിദ്ധാർത്ഥ് മരിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. അതേസമയം പോലീസ് എഫ്ഐആർ അനുസരിച്ച് അന്ന് വൈകിട്ട് 4:29 മരണവിവരം വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ അറിയുന്നത്. എന്നാൽ അമ്പരപ്പിക്കുന്ന കാര്യം അതൊന്നുമല്ല. മൃതദേഹം എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അനുമതി ലഭിച്ചുവെന്ന് അറിയിച്ച് ആംബുലൻസുകാർ അന്ന് ഉച്ചയ്ക്ക് 1:30യോടെ കോളേജിലെത്തുകയും മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ മരണം കൊലപാതകമാണോ എന്ന സംശയം പോലീസ് ഉയർത്തുന്നതും ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. നേരത്തെ മുൻ ജസ്റ്റിസ് കമാൽ പാഷ സിദ്ധാർത്ഥിൻ്റെ മരണം സംബന്ധിച്ച ചില സംശയങ്ങൾ ഉയർത്തിയിരുന്നു. മർദ്ദനമേൽക്കാത്ത ഒരു ഭാഗവും സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിലില്ലെന്നും തൂങ്ങി മരിക്കാൻ അസാധ്യമാകും വിധം മർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളതെന്നും കമാൽ പാഷ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇടതുനെഞ്ചിൽ ചവിട്ടേറ്റ പാടുണ്ട്. വയറിൻ്റെ വലതുവശത്ത് 15 സെന്റിമീറ്ററോളം ചതവുണ്ട്. ആന്തരിക അവയവങ്ങൾക്ക് മാരകമായി മുറിവേറ്റിട്ടുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, വൻകുടലിൽ ഉൾപ്പെടെയുണ്ടായ ചതവ് പോലീസ് ഗൗരവമായി എടുത്തില്ലെന്നും കമാൽ പാഷ വ്യക്തമാക്കിയിരുന്നു. വെന്റിലേറ്ററിൽ തൂങ്ങി മരിച്ചെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ശരീരം ഏതു നിലയിലായിരുന്നെന്ന് പോലീസിന് അറിയില്ല. പൂർണ്ണമായും തൂങ്ങിയ നിലയിലായിരുന്നോ, കാലുകൾ തറയിൽ തൊട്ടിരുന്നോ, അതോ മടങ്ങിയ നിലയിലായിരുന്നോ തുടങ്ങിയ സുപ്രധാന കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചില്ല. തൂങ്ങി മരിച്ചതാണെങ്കിൽ കഴുത്തു മുറുക്കാൻ ഉപയോഗിച്ച വസ്തു കാണാം. ഇത് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി ഇവ പരിശോധിച്ചതായും വ്യക്തമല്ല. എന്നിങ്ങനെ സിദ്ധാർത്ഥിൻ്റെ മരണം സംബന്ധിച്ച് നിരവധി സംശയങ്ങളാണ് കമാൽ പാഷ ഉയർത്തിയത്.